രമേശ് കിച്ചണിലേക്ക് സ്വാഗതം. കാരികൂരി കുറുവാപ്പറലും കായൽ കൊച്ചു കരിമീനും നീട്ടിയരച്ച് വടിച്ചു കുറിക്കിയ മൺചട്ടിക്കറിക്ക് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് എരിവുള്ള, മണമുള്ള, ഗുണമുള്ള, രുചിയുള്ള നല്ല നാടൻ താറാവ്. ഈ താറാവ് ഇന്ന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അർച്ചന രവിക്കും ആരോമൽ രവിക്കുമാണ്. ആരാന്നല്ലേ? എന്റെ മക്കളാ. മതിയാ? ഇത് കേൾക്കുമല്ലോ ചെയ്യോ? അതാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ്. ചുമ്മാ ഇന്നാളത്തെ പോലെ തന്നെ. നിങ്ങളെ ഈ ടെക്നിക്കൽ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. നിങ്ങൾ ചാടാൻ ജോലി ചാടി പുറത്തു പോകും ഫ്രെയിമിൽ നിന്ന്. നിങ്ങൾ കറി വെച്ചാൽ മതി, എനിക്കിട്ട് വെക്കല്ലേ വെക്കല്ലേ. എടേ 10 രൂപ അല്ല ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇതിനകത്ത് വരുന്നില്ലല്ലോ, ഇതിനകത്ത് പതിയെന്നോ? എത്ര കൊല്ലം അതെ, ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് അതുകൊണ്ടാ. ലൈറ്റിന് കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമില്ല. നീ പുറത്തു പോയി പിടിച്ചേ. ലൈറ്റ് വേരിയേഷൻ വരുന്നതിന് പെട്ടെന്ന് കണ്ണാടി വെച്ചോടാ. കണ്ണാടി വെച്ചിട്ട് ഒരു കാര്യമില്ല, വിട്ട് മാത്രം കണ്ണാടി വെച്ചാൽ മതി. സബ്സ്ക്രൈബേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്ന് താറാവ് ഉണ്ടാകും. ഇരുകാലികളുള്ള സ്നേഹം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് താറാവ് ഇത് ഉണ്ടാക്കുന്നത് നിനക്ക് തിന്നാണ്ട്. അല്ല വളിച്ച ചിരി കണ്ട നമ്മളെ വല്ല പോണാറോ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. പാചകം എന്നത് ഒരു കലയാണ്. ആ കലയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പാചകം ഒരു മാജിക്കാണ്. ആ മാജിക്ക് വിജയിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? നമുക്കിനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇനി എടുത്തത് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി. കണ്ണി വന്നോ അവനെ? ചുമ്മാ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കും. ഇനി തക്കാളി നന്നായിട്ട് ഇളക്കണം. ഇന്നത്തെ ഈ പരിപാടിയിലെ വിശിഷ്ട വ്യക്തിയായ താറാവിനെ നമ്മൾ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് അളിയാളിയെന്ന് പറഞ്ഞിട്ട് ഇളക്കണം. ഇപ്പൊ ഇട്ട് ഈ താറാവും ഈ അരപ്പുമായിട്ട് മിങ്കിളാകുന്ന വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. രമേശ് കിച്ചന്റെ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു. ഇവിടെ നടക്കാൻ പോകുന്ന മഹാത്ഭുതമാണ് ബക്കറ്റ് ചിക്കൻ. വരുവിൻ, കാണുവിൻ, വിജയിപ്പിക്കുവിൻ. ഇതവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. അത്ഭുതമാണ് സുഹൃത്തുക്കളെ നടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കരുതുന്നത് കരിഞ്ഞ കോഴിയാണെന്ന്. അല്ല സുഹൃത്തുക്കളെ, കരിഞ്ഞതല്ല. ഇത് ഞങ്ങൾ കരിച്ചതാണ് സുഹൃത്തുക്കളെ, കരിച്ചതാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ബക്കറ്റ് ചിക്കന്റെ ഉത്ഭവ സ്ഥലത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ഷില്ലോങ്, മിസോറാം, ആസാം എന്നീ സംസ്ഥാനങ്ങളുടെ ഉൾനാടൻ ഗ്രാമപ്രദേശത്തെ ഒരു പ്രത്യേകതരം ഡിഷാണ്. അത് പ്രതികളിരിക്കുന്ന പഞ്ച അവിടെ തനക്കറിയാ പ്രതിയെ മാറും കേട്ടാ. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ നല്ലൊരു